നമുക്കൊരിക്കലും കാണാൻ കഴിയുകയില്ലാത്ത മരണാനന്തരം ബർസഖും കഴിഞ്ഞ് എല്ലാവർക്കും കാണാൻ കഴിയുന്ന, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി അംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ് പരലോകം. ആ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് സ്വർഗം ആവശ്യമല്ല. ആവശ്യമുണ്ടെങ്കിൽ വിശ്വസിക്കും, ആവശ്യമുണ്ടെങ്കിൽ ജോലി ചെയ്യുമല്ലോ, ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ നിർബന്ധിക്കണം. രോഗികളാണെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടി പറയേണ്ടി വരും, നിർബന്ധിക്കണ്ട. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് സ്വർഗം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ നമുക്കവരോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് പരലോക വിശ്വാസമില്ലാത്ത ആളുകളോട് പ്രത്യേകം പറയണം. ഒരാളെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലാനേ നമുക്ക് കഴിയും. 100 ആളെ കൊന്നവനെയും ഒരു പ്രാവശ്യം കൊല്ലാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പരലോകം വേണം. നല്ലത് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഒരുപാട് അമുസ്ലിം വൃദ്ധജനങ്ങളെ പാർപ്പിക്കുന്ന സദനം. അപ്പോൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് എവിടെയും ഒരു മുസ്ലിം വൃദ്ധനെ കണ്ടിട്ടില്ല അഗതി മന്ദിരത്തിൽ എന്ന്. അതെന്താ കാരണം? അത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ പരലോക വിശ്വാസമുള്ളവർ എങ്ങനെയാണ് ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നത്? പരലോകം ആഗ്രഹിച്ച് അതിന് വേണ്ട വിധം പ്രവർത്തിക്കണം. വഹുവ മുഅ്മിനുൻ, ഈമാനും വേണം. ഫഉലൈക കാന സഈഹും മശ്കൂറ, അവരുടെ പ്രവൃത്തിക്ക് നന്ദിപൂർവ്വം കൂലി കിട്ടും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശരിയായ പ്രതിഫലം തരണേ. അപ്പൊ എന്ത് വേണം? എങ്ങനെ പ്രവർത്തിക്കണോ അങ്ങനെ പ്രവർത്തിക്കണം. സുബഹി 3 റക്അത്ത് നിസ്കരിച്ചാൽ കൂലി കിട്ടാൻ ഒരു നിവൃത്തിയില്ല. ഒന്നാക്കിയാലും കഴിയില്ല. കറക്റ്റായിട്ട് ചെയ്യണം. ഈ പരലോക വിശ്വാസമുള്ളവരാണ് മിക്കവാറും മതവിശ്വാസികളെല്ലാം, ദൈവവിശ്വാസികളെല്ലാം. അവരാകട്ടെ ലോകത്ത് എമ്പാടും സമയം ചെലവഴിച്ച്, പണം ചെലവഴിച്ച്, കഠിനാധ്വാനം ചെയ്ത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പണി എങ്ങനെ എടുക്കുന്നുണ്ട്. ചിലരൊക്കെ, അധികം ആളുകളും പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. കഷ്ടം, ഒരു കാര്യവും കിട്ടൂല. എന്ത് ആവേശത്തിലാണ്, എന്ത് ഉന്മേഷത്തിലാണ്, എത്ര ശ്രദ്ധിച്ചും ജാഗ്രതയോടും ആണ്, എത്ര പണവും സമയവും ചെലവഴിച്ചിട്ടാണ് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്. ബിംബങ്ങളും ജാറങ്ങളും ദർഗകളും മഖാമുകളും പുണ്യമരങ്ങളും പുണ്യമൃഗങ്ങളും പുണ്യപുഷ്പങ്ങളും, അവിടെ നടക്കുന്ന പൂരം മഹോത്സവം, പള്ളിപ്പെരുന്നാള്, യാഗം, അപ്പവാണിഭം, ഉറൂസ് മുബാറക്ക്, ചന്ദനക്കുടം, എന്തൊക്കെയാണ്! എത്ര കോടി 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 രൂപയാണ് ചെലവഴിക്കുന്നത്. വട്ടപൂജ്യമാണ് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ അമല് അല്ലാഹു തന്റെ പ്രിയങ്കരനായ റസൂലിനോട് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങേക്കും അങ്ങുമുള്ള മുഴുവൻ ആളുകൾക്കും റസൂലുമാർക്കും ഒക്കെ വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, അങ്ങാണ് ശിർക്ക് ചെയ്തതെങ്കിലും ശരി, ലയഹ്ബതന്ന അമലുക, തീർച്ചയായും അങ്ങയുടെ അമല് ബാത്തിലാവും, അങ്ങയുടെ കർമ്മം അസാധുവാകും. വലതകുനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടകാരികളിൽ പെട്ടുപോകും. ഇതാണ്. ആ കൂട്ടത്തിലാണ് അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് ഗ്രന്ഥത്തിന്റെ ആളുകൾ, ദൈവീക ഗ്രന്ഥത്തിന്റെ ആളുകൾ, പടച്ചവൻ ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തിന്റെ ആളുകൾ. അതാണ് ജൂതന്മാർ, ക്രിസ്ത്യാനികൾ. എന്നും നമ്മൾ നിർബന്ധമായും ഓർക്കുന്നു അവരെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഒന്ന് ജൂതന്മാർ, ഒന്ന് ക്രിസ്ത്യാനികൾ. അത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ജൂതന്മാർ ഇവിടെ ഇല്ല. നമ്മുടെ സുഹൃത്തുക്കളാണ് ക്രിസ്ത്യാനികൾ. അവർ അറബികളായ ക്രിസ്ത്യാനികൾ എല്ലാവരും അല്ലാന്നാ പറയുന്നത്. ഒരുപാട് ആൾക്കാർ, ജൂതന്മാരും അങ്ങനെ തന്നെ, അറബികളായ ജൂതന്മാരൊക്കെ അല്ലാന്നാ പറയാം. അവരുടെ പേര് അബ്ദുൽ അസീസ് പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജെറൂസലമിലും അവിടെയും ഇവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ജൂത ക്രിസ്ത്യാനികളായ അറബികളും അവരുടെ പേര് അള്ളാഹ്, പേരിന്റെ കൂട്ടത്തിൽ അള്ളാഹ് ഉണ്ടാവും, അള്ളാഹിന്റെ അടിമ ഉണ്ടാവും.
അവരുടെ ഇഞ്ചീലിൽ, അവരുടെ ബൈബിളിൽ, അറബി ബൈബിളിൽ അല്ലാഹ് എന്നാ പറയണത്. അപ്പോ പക്ഷേ അവരുടെ മേൽ അല്ലാഹു കോപിച്ചിരിക്കുന്നു, അവര് പിഴച്ചു പോയിരിക്കുന്നു. ആരെപ്പോലെ? അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്ന പോലെ. ഇന്നലെ ദിലീപ് ചോദിച്ചു, അപ്പൊ ഞങ്ങളൊക്കെ നരകത്തിലാണെന്നാണോ? ഹൈന്ദവ സുഹൃത്തായി ദിലീപിന്റെ ചോദ്യം എന്താ മറുപടി പറയേണ്ടത്? ഒരു മുസ്ലിം മൊഹിദ്ദീൻ ഷേഖയെ കാക്കണേ എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്, നിസ്കരിക്കാതിരുന്നാൽ നരകത്തിലാണ്. ഒരു മുസ്ലിം യേശുവെ, ഈസാ നബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്, മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്. അപ്പൊ ശ്രീരാമ കാക്കണേ എന്ന് പറഞ്ഞാലും നരകത്തിലാണ്. ഹിന്ദു മാത്രമായിട്ടല്ല നരകത്ത് പോകുന്നത്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണേ. ഒരു ചോദ്യം ചോദിക്കുന്ന ആൾക്ക് മനസ്സിന്റെ ഉള്ളിലൊരു കിരികിരിപ്പ് ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച്. അപ്പോ നമ്മുടെ സുഹൃത്തുക്കളായ ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ നബിന്റെ മൗലിദ് കഴിക്കുകയാണ്. 21-ാം തീയതി തുടങ്ങി 10 ദിവസം അതിൻ്റെ ആഘോഷങ്ങളും തോരണങ്ങളും അതിൻ്റെ പളവളപ്പും മിനുമിനുപ്പും അതിൻ്റെ ക്രിസ്മസ് ട്രീയും നക്ഷത്രവും പുൽക്കൂടും അപ്പൂപ്പനും അവധിയും പരിപാടികളുമെല്ലാം നമ്മുടെ അയൽപ്പക്കത്ത് കൂടി ഇങ്ങനെ ഉണ്ട്. അവരൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നു, അവർക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അവർ വിശ്വസിക്കുന്നത് ഈസാ നബിയിലാണ്, അവർ വിശ്വസിക്കുന്നത് അല്ലാഹുവിലുമാണ്. പക്ഷേ നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നത് മടവൂർ ഔലിയ അങ്ങനെയാണ്, മുദബ്ബിറുൽ ആലമാണ് എന്ന രീതിയിൽ എന്ന പോലെ തന്നെയാണ്. ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോ ഖുർആൻ 25 പ്രാവശ്യം ആ പേര് പറഞ്ഞു. ഒരുപാട് സൂറത്തുകളിൽ ആ ചരിത്രമുണ്ട്. 32 പ്രാവശ്യം മറിയം എന്ന പേര്, സൂറത്തു മറിയം എന്നൊരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ടല്ലോ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞ ഏറ്റവും മഹത്തായ ഗ്രന്ഥം ബൈബിൾ അല്ല, ഖുർആനാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ അനുസരിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമാണ്. മുസ്ലിങ്ങൾ മാത്രമാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അനുസരിക്കുന്നത്. മൊഹിദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറയുന്നവർ മൊഹിദ്ദീൻ ഷേഖിനെ ധിക്കരിക്കുന്നു, അനുസരിക്കുന്നില്ല. കാരണം മൊഹിദ്ദീൻ ഷേഖ് പറഞ്ഞത് ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈസാ നബി പറഞ്ഞ എന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹദാ സിറാത്തും മുസ്തഖീം. എന്റെ റബ്ബ് നിങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, അവനെ ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. ബൈബിൾ പറഞ്ഞത് എന്താണ്? ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല, ഒരു പാറയും ഇല്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. യേശുവിനെ അല്ല കർത്താവേ എന്ന് വിളിക്കേണ്ടത്, കർത്താവിനെയാണ്. കർത്താവ് ആരാ? പ്രപഞ്ചത്തിന്റെ കർത്താവാണ്. അതാരാ? സ്രഷ്ടാവാണ്. ബൈബിളിൽ എന്താ പറഞ്ഞത്? യഹോവ. ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒതുങ്ങാത്ത പ്രപഞ്ച സ്രഷ്ടാവിന് അറബിയില്ല അല്ലാഹു എന്ന് പറയും. ആ അല്ലാഹു എന്ന് കേട്ടാൽ മനസ്സിലാകണം, അത് ജാറം ഇല്ല, ബിംബം ഇല്ല എന്ന്. അപ്പോ ഈസാ നബി പറഞ്ഞത് അതാണ്. ഈ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം തന്നെ അത്ഭുതമാണ്. അൽ ഇംറാൻ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു അരുളി, ഇന്ന മസല ഈസാ കമസലി ആദം ഖലഖഹു മിൻ തുറാബ്. ആദം നബിയെ പോലെയാണ് ഈസാ നബി. ആദം നബിക്ക് വാപ്പയുമില്ല, ഈസാ അലൈഹിസ്സലാമിനും പിതാവില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈസാ അലൈഹിസ്സലാമിന് ഒരു പ്രത്യേക പടപ്പാണ്, അത്ഭുതമായ ജനനമാണ്. വദ്കുർ ഫിൽ കിതാബി മറിയം, സൂറത്ത് മറിയമിൽ 18 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ വായിക്കുന്നു, ദാലിക ഈസാ ഇബ്നു മറിയം, ഇതാകുന്നു മറിയമിന്റെ മകൻ ഈസാ. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ, അവരൊക്കെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തിന്റെ വചനം എന്നാണ് പറയുന്നത്. നിസാ 171-ാമത്തെ ആയത്ത്, റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്.
2 കലിമത്തുഹു അവന്റെ വചനമാണ്, അൽഖാഹാ ഇലാ മറിയം. 3 റൂഹും മിൻഹു അവനിൽ നിന്നുള്ള ആത്മാവാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഇന്നി അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാണ്. തൗബ 30-ാമത്തെ ആയത്തിൽ ലയസ്തൻകിഫ അൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാകാൻ ഒരിക്കലും ഈസാ നബി അഹങ്കരിക്കുകയില്ല. അല്ലാഹുവിന്റെ അടിമ എന്നതാണ് ലോകത്തുള്ള ഏറ്റവും ഉയർന്ന മനുഷ്യൻ പറയേണ്ട ഏറ്റവും ഉയർന്ന വാക്ക്. അടിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വിലയും നിലയും ദുനിയാവിലില്ലാത്തതാണ് അടിമ. അടിമയെ വിൽക്കാം, വാങ്ങാം, അടിമക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ പൊന്തി 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 നമ്മൾ അത്യുന്നതമാകുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ശരി, 6 കാര്യങ്ങൾ. 7-മതായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നു ദൈവപുത്രൻ. ദൈവപുത്രൻ അള്ളാന്റെ മോനാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നു. അവര് പറയുന്നു അൽ മസീഹു ഇബ്നുല്ലാഹ്, അള്ളാന്റെ മകനാണ്. സൂറത്ത് മറിയം 89, 90, 91 ആയത്തുകൾ നോക്കുക. വളരെ കഠോരമായ ഗൗരവതരമായ കാര്യമാകുന്നു നിങ്ങൾ പറഞ്ഞത്. ആകാശം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറാകുന്നു. ഭൂമി പൊട്ടിപ്പിളരാറാകുന്നു. പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു വീഴാറാകുന്നു. റഹ്മാനായ റബ്ബിന് മക്കളുണ്ട് എന്നവർ പറഞ്ഞതിനാൽ അത്രയും കടുത്ത ദേഷ്യം, കോപം. മക്കളെ എന്ന് വിളിക്കുമ്പോ സന്തോഷമല്ലേ ആൾക്കാർക്ക്? പടച്ചോൻ അതല്ല. കാരണം പടച്ചോന് ഭാര്യയല്ല, മക്കളില്ല, ഇണയില്ല. അവൻ സൃഷ്ടാവാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇസാ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. കുല്ലുല്ലഹു ഖാനിത്തൂൻ, ഈ ലോകം മുഴുവൻ അവന് കീഴൊതുങ്ങിയതാണ്. ബഖറ 116-ാമത്തെ ആയത്തിൽ നമ്മൾ ഇന്ന് ഓടിയില്ലേ? എന്ത്? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അവന്റേതാണ്. പിന്നെന്ത്? മകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹിനേക്കാൾ ക്ഷമയുള്ള, സഹനശീലമുള്ള, അടക്കി വെക്കുന്ന ഒരാളുമില്ല. എന്ത്? അതിമാന്യനായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമയായ പരിശുദ്ധനായ അള്ളാഹുവിന്റെ കുട്ടിയാണ് ഇത്. ജാരസന്താനാണല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു ക്രിസ്ത്യാനികൾക്ക് ആഫിയത്ത് കൊടുക്കുന്നു. യർസുഖുഹും, അവർക്ക് തിന്നാൻ കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, മുതലാളിമാര്, കഠിനാധ്വാനികൾ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും, ജോലിയും വിദ്യാഭ്യാസം ഒക്കെ അള്ളാഹു കൊടുക്കുന്നു. കണക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തെ പളപളപ്പോ മഹിമയോ പണമോ ഒന്നും കണ്ടിട്ട് നമ്മൾ ആരും വഞ്ചിതനാകണ്ട. നമുക്ക് കിട്ടിയാലും വഞ്ചിതനാകണ്ട. സുന്ദരിമാർ വഞ്ചിതരാകരുത്, ആരോഗ്യമുള്ളവർ വഞ്ചിതരാകരുത്, പണക്കാർ വഞ്ചിതരാകരുത്, അറിവുള്ളവർ വഞ്ചിതരാകരുത്. എല്ലാത്തിനും ഒരു പരീക്ഷണമാണ്. കണക്ക് പിന്നെ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അക്ബർ. 8 അല്ലാഹ് തന്നെയാണ് ഈസാ നബി, അല്ലാഹ് തന്നെയാണ് യേശു എന്ന് അവര് പറയുന്നു. ലഖദ് കഫറല്ലദീന ഖാലൂ, ഇങ്ങനെ പറഞ്ഞ ആളുകൾ കാഫിറുകളായിരിക്കുന്നു. ഇന്നല്ലാഹ ഹുവൽ മസീഹ്, അല്ലാഹ് തന്നെയാണ് മസീഹ്. മാഇദ 17-ാമത്തെ ആയത്ത്. അങ്ങനെ പറഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം നിഷിദ്ധം. നോക്കൂ നിങ്ങൾ, ഔലിയാനെ കുറിച്ച് പറയുന്നു അല്ലാഹ് തന്നെയാണ്. അല്ലാഹ് കാണുന്ന പോലെ കാണുന്നു എന്ന്, അല്ലാഹ് കേൾക്കുന്ന പോലെ കേൾക്കുന്നു എന്ന്. ചില ആളുകൾ ഭഗവാൻ എന്ന് പറയും. ഇന്നാള് ഭഗവാനാണ്. എന്നിട്ട് ഒരു ദിവസം വീണുപോയി ഭഗവാൻ. നോക്കുമ്പോ 6 അവയവങ്ങളും നശിക്കണം ഉള്ളിലുള്ള. ആശുപത്രി ചെന്നപ്പോൾ അറിയും. ഇതാണോ ഭഗവാൻ? മനുഷ്യരാണ്.
ശ്രീരാമന്റെ പ്രിയപ്പെട്ട ഭാര്യ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോ ശ്രീരാമൻ അറിഞ്ഞില്ല എന്നാണ്. പിന്നെ എങ്ങനെ ഭഗവാനാകുക? അപ്പോ വസ്തുതകൾ മനസ്സിലാക്കണം. അതിനാൽ അള്ളാഹുവാണ് എന്ന് പറയുന്നവർ നിഷേധികളാണ്. 9, അള്ളാഹു 3-ൽ 1 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതും കൂടിയതാണ് അള്ളാഹ്, ദൈവം. ഇത് കൂടിയതാണ്. പിതാവ് യഹോവ സ്രഷ്ടാവ്, പുത്രൻ ഈസാ നബി, പരിശുദ്ധാത്മാവ് ജിബ്രീൽ എന്ന് അവർ പറയുന്നില്ല, പരിശുദ്ധാത്മാവ്. ഇത് 3 കൂടിയതാണ് എന്ന്. വലാ തഖൂലു സലാസ, നിസാ 171 ആയത്തിൽ അല്ലാഹു അരുളി, വലാ തഖൂലു സലാസ, 3 എന്ന് നിങ്ങൾ പറയരുത്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, മാഇദ 73 ആയത്തിൽ അല്ലാഹു അരുളി, 3-ൽ 1 അല്ലാഹു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹു ഒന്നേ ഉള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു ഏകനാണ്. ഇത് നമ്മളോട് തന്നെ പറയാം. എപ്പോഴാണ് അല്ലാഹ് ഔലിയാണെന്ന് പറയാൻ പറ്റൂല. അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞ നാവുകൾ, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളുകൾ, അല്ലാഹു മാത്രമാണ് ഖാലിഖ് എന്ന് പറഞ്ഞ ആളുകൾ, അല്ലാഹു തന്നെ ഇന്ന ഔലിയാണ് എന്ന് പറയുന്നിടത്തേക്ക് തരം താഴ്ന്നുവെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ശിർക്ക് ഉറുമ്പരിക്കുന്നതിനേക്കാളേറെ രഹസ്യമായി കടന്നു വരുമെന്ന് അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. 10, ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ മരിച്ചു എന്ന് പറയും. അതെന്താ പ്രശ്നം? അത് കൊന്നതാണ്. പിലാത്തോസും കൂട്ടരും ഹെറോഡോട്ടസ്, ഇവിടെ അവിടുത്തെ രാജാക്കന്മാരും ഗോത്രനായകന്മാരും കൂടി കൊന്നതാണ്. അപ്പൊ പറയുന്നത് എന്താണ്? മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരമായി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. ഈസാ നബി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി. അപ്പോ എല്ലാവരും പാപികളായിരുന്നു. എല്ലാവരും മനുഷ്യവംശം മുഴുവൻ പാപികളായി. എന്തേ പ്രശ്നം? അത് ആദം നബി ഒരു പഴം തിന്നു. അത് നമുക്കറിയാലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ 85 ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ തുടക്കം മുതൽ സൂറത്ത് സ്വാദ് വരെയുള്ള ആയത്തുകളിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നു. അതില് ഫസല്ലഹുമ ശൈത്താനു, എന്താ പറഞ്ഞിരുന്നത്? ലാ തഖറബാ ഹാദിഹി ശജറ, ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത്. പക്ഷേ ഫസല്ലഹുമ ശൈത്താനു, ചെകുത്താൻ വഴിപഴപ്പിച്ചു. ബൈബിള് പറയുന്നത് ഹവ്വാ ബീവി പഴപ്പിച്ചു എന്നാണ്. ഖുർആൻ പറയുന്നത് അവരെ പിശാച് പഴപ്പിച്ചു എന്ന്. അതാണ് സ്ത്രീകളോട് വലിയ ദേഷ്യം. സ്ത്രീകൾ പിശാചുക്കളാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഫസല്ലഹുമ ശൈത്താനു, ചെകുത്താൻ പഴപ്പിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും ആ പഴം തിന്നു. ഒരു പഴാണ് തിന്നത്. എന്നിട്ട് ആ പാപം പൊറുക്കപ്പെട്ടില്ല. തലമുറ കഴിഞ്ഞുപോയി. ഈസാ നബിന്റെ കാലായപ്പോഴാണ് പടച്ചോൻ ഒരു ബുദ്ധി ഉദിച്ചത് എന്ന്. ഞാൻ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കുക, ഈസാ നബിയായിട്ട്. എന്നിട്ടോ എന്നെ ആരെങ്കിലും കൊല്ലുക, അപ്പൊ ഞാൻ മരിക്കുക, എന്നിട്ട് പാപത്തിന്റെ പരിഹാരം. എന്താ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ക്രൈസ്തവ സഹോദരങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, അവർക്ക് ശരിക്കും പറയാൻ കഴിയും. എങ്ങനെ ശരിയാവും? 1, ഒരു പഴം തിന്നതിന് ഒരാളെ കൊല്ലാൻ പറ്റും? ഇല്ല. ഒരു പഴം തിന്നൊരു അടിയടിക്കാം, ഫൈനിടാം, ഇല്ലേ? 2, ആരാ മരിച്ചത്? അള്ളയായ ദൈവമായ യേശു. പിന്നെ ഈ ലോകത്ത് ദൈവമുണ്ടോ? യേശു മരിച്ചുപോയില്ലേ? ദൈവമുണ്ടോ? അല്ലെങ്കിൽ 3 ദിവസം ദൈവമുണ്ടോ? 3 ദിവസം അവിടെ പിന്നെ കല്ലറയിൽ കഴിഞ്ഞു. ആ 3 ദിവസം ദൈവമല്ല. ആ ദൈവം ഇല്ലാതെ ഈ ലോകം എങ്ങനെ നടന്നു? 3, ഒരു പാപം പരിഹരിക്കാൻ വേണ്ടി ദൈവം തന്നെ വരേണ്ട ആവശ്യം എന്താണ്? ഇവിടെ നബിമാരില്ലേ, നിയമങ്ങളില്ലേ? ഓരോ പാപങ്ങൾക്കും ഓരോ നിയമല്ലേ ഉണ്ട്. ബൈബിളിൽ ധാരാളം പാപങ്ങളുടെ ശിക്ഷകൾ പറയുന്നുണ്ട്. അതേപോലെ അങ്ങനെ 100 കണക്കിന് കാര്യങ്ങളുണ്ട്. എല്ലാം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതെന്താ വസ്തുത? അപ്പോ ഈസാ നബി മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ചു. അപ്പൊ പാപം കഴിഞ്ഞോ?
യേശുവിനെ പിൻപറ്റിയ പാപമൊക്കെ കഴിഞ്ഞു. ഇതന്നെയാണ് മൊഹീദ്ദീൻ ശേഖിനെ പറ്റി പറയുന്നത്. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്കു പറഞ്ഞു. എന്റെ ശിഷ്യന്മാരായാൽ ആരും നരകത്ത് പോകില്ല. എന്റെ മുരീദാരും നരകത്തിലില്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ എന്ന് ചൊന്നോവർ. ഇതാണോ? ഞാൻ ഉണ്ടല്ലോ. ഇത് ശരിയാണോ? അല്ല അല്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് പറഞ്ഞു തരുന്നു. സൂറത്തുൻ നജ്മ 36 മുതൽ 41 വരെയുള്ള ആയത്തുകൾ. അംലം യുനബ്ബഉ ബിമാ ഫീ സുഹുഫി മൂസാ വ ഇബ്രാഹിം അല്ലദീ വഫ. എന്താ പറയുന്നത്? മൂസാ നബി, ഇബ്രാഹിം നബി, അതുപോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത്? അല്ലാ തസ്റു വസ്റത്തും വിസ്റ ഉഖ്റ. ഒരാളുടെ പാപത്തിന്റെ ഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല. മറ്റൊരാൾ ചുമക്കുകയില്ല. ബൈബിള് പറഞ്ഞു അപ്പന്റെ അകൃത്യത്തിന് മകനെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. മനസ്സിലായില്ലേ? വീണ്ടും ബൈബിൾ പറയുന്നു അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ലു പുളിക്കുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോ ഖുർആൻ പറയുന്നു അല്ലാ തസ്റു വസ്റത്തും വിസ്റ ഉഖ്റ. അത് സൂറത്തുൽ ഇസ്രാ 15-ാമത്തെ ആയത്തിലും ഫാത്തിർ 18-ാമത്തെ ആയത്തിലും സുമർ 3-ാമത്തെ ആയത്തിലും അതേ വാക്ക് പറയുന്നുണ്ട്. അല്ലാ തസ്റു വസ്റത്തും വിസ്റ ഉഖ്റ. ഒരാളുടെ പാപത്തിന്റെ ഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല. പിന്നെ എങ്ങനെ മൊഹീദ്ദീൻ ശേഖ് ചുമക്കും? അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ചില നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പറയാൻ ആരും അനുവദിക്കരുത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആർക്കും നോക്കാൻ കഴിയില്ല. ആരും പറയും വേണ്ട. മക്കളോട്, മാതാപിതാക്കളോടും പറയണ്ട, ഭർത്താവ് ഭാര്യയോടും പറയണ്ട, ആരോടും പറയണ്ടില്ല. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നീ നിന്നെ നരകത്ത് നിന്ന് കാത്തോ എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. എല്ലാവരെയും സഫയുടെ താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ എങ്ങനെ കഴിയും? ആരും പറയും? ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരൊറ്റ മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ ഒന്നും ഇല്ല. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞത്, മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മരിച്ചവർക്ക് കിട്ടൂല. മരിച്ചിടത്ത് ഓതുന്ന ചങ്ങാതിമാരോടൊന്ന് പറഞ്ഞേക്കണേ, നമുക്ക് ഖുർആൻ ഓതിയാൽ നമുക്ക് കൂലി കിട്ടും. അത് മരിച്ച മയ്യത്തിന്റെ അവിടെ ഖുർആൻ ഓതാൻ പറ്റുമോ? ഇല്ലേ? ലാ തജഅലൂ ബുയൂതക്കും മഖാബിറ. നിങ്ങളുടെ വീടുകളെ മയ്യത്ത് വെച്ച സ്ഥലമാക്കരുത്, മഖബറയാക്കരുത്. എന്താ എന്നിട്ട് പറയാണ് ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. അപ്പോ മയ്യത്ത് വെച്ച സ്ഥലത്ത് ഖുർആൻ ഓതരുത്. ശരി, അതിന്റെ കൂലി ഓൽക്ക് കിട്ടൂല, നമുക്കും കിട്ടൂല. നമുക്കും കിട്ടൂല, ഓൽക്കും കിട്ടൂല. അതാണ്. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ നമുക്കും കിട്ടും, അവർക്കും കിട്ടും. മരിച്ചവരുടെ കടം വീട്ടിയാൽ അവർക്കും കിട്ടും, നമുക്കും കിട്ടും. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് കിട്ടൂല. അതിനാൽ അള്ളാഹു പറയുകയാണ് സൂറത്തുൻ നജ്മ 36 മുതൽ 41 വരെ, കിട്ടൂല, ഒരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. സൂറത്തു ബഖറയിൽ 2 ആയത്ത് ഒരേമായിട്ടുണ്ട്. 134-ാമത്തെ ആയത്തും 141-ാമത്തെ ആയത്തും. തിൽക ഉമ്മത്തുൻ, അതൊരു സമുദായം, ഖദ് ഖലത്, കഴിഞ്ഞുപോയി, ലഹാ മാ കസബത്, അവർ ചെയ്തത് അവർക്കുണ്ട്, വലക്കും മാ കസബ്തും, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്, വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവരെന്താ ചെയ്തത് നിങ്ങളോട് ചോദിക്കൂല. അപ്പോ 11, ഈസാ നബി അലൈഹിസ്സലാം എല്ലാ ലോകത്തേക്കുമുള്ള പ്രവാചകനല്ല. റസൂലൻ ഇലാ ബനി ഇസ്രായീൽ. ആലു ഇമ്രാൻ 45. നമ്മൾ സൂറത്തു സഫിൽ എപ്പോഴും ഓതുന്നുണ്ട്. സൂറത്തു സഫ് 6-ാമത്തെ യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ ഞാൻ നിങ്ങൾക്കുള്ള നബിയാണ്. ബൈബിളിൽ പറഞ്ഞത് ഇസ്രായേൽ മക്കളിലെ കാണാതായ കുഞ്ഞാടുകൾക്കടിയിലേക്കാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ എല്ലാ ലോകത്തേക്കുമുള്ള നബിയാരാ? അത് മുഹമ്മദ് നബിയാണ്. നബിയെ പറ്റി നബി എന്താ പറഞ്ഞത്? നബിയെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ജമീഅൻ, എല്ലാവർക്കുമുള്ള നബിയാണ്, അല്ലേ? ശരി. 12, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ അത്ഭുതങ്ങൾ കാണിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. സൂറത്തു ആല ഇമ്രാൻ 49-ാമത്തെ ആയത്തിലും സൂറത്ത് മാഇദ 110-ാമത്തെ ആയത്തിലും ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. 1, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി, പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഫാൻഫുഖു ഫീഹി, ഊതുന്നു, ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഊതുമ്പോ അതങ്ങനെ പാറിപ്പറക്കുന്നു. മൊഹീദ്ദീൻ ശേഖിനെ പറ്റി ഉസ്താദ് പറഞ്ഞ കള്ളെന്താ? കുംബി ഇതിനി,
എന്റെ കൽപ്പന പ്രകാരം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഈസാ നബി എന്താ പറഞ്ഞത്? ബിഇദ്നില്ലാഹ്, അള്ളാന്റെ കൽപ്പന പ്രകാരം. അള്ളാന്റെ കൽപ്പന പ്രകാരം ചത്ത ചകത്തിന് ജീവനിടീച്ചോവർ, കോഴിന്റെ മുള്ളോട് കൂവെന്ന് ചൊന്നാറെ കുസാതെ കൂകി പറപ്പിച്ചു വിട്ടവർ. ഇങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ലോകത്തിന് അടയാളം, ആ രാജ്യത്തെ ജനങ്ങൾക്ക് അടയാളം കാണിച്ചു കൊടുക്കുകയാണ്. 1. 2, പാണ്ഡുരോഗിയെയും കുഷ്ഠരോഗിയെയും സുഖപ്പെടുത്തുന്നു. കൈകൊണ്ട് ഇങ്ങനെ തടവുമ്പോ അങ്ങനെ മാറുന്നു. 3, അള്ളാന്റെ കൽപ്പന പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. 4, ഇന്ന് നിങ്ങൾ വീട്ടിൽ വെച്ച ഭക്ഷണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 5, നിങ്ങളുടെ വീടുകളിൽ സംഭരിച്ചു വെച്ച പണം എത്രയാണ്, സൂക്ഷിപ്പ് ധനം എത്രയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെയെല്ലാം സൂറത്തുൽ മാഇദയിലും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ 13 സൂറത്തുൽ മാഇദ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മാഇദ എന്ന് പറഞ്ഞ ഭക്ഷണത്തിലേക്കാണ്. അവരാവശ്യപ്പെട്ടു, ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസില അലൈനാ മാഇദത്തൻ മിനസ് സമാ, ഒരു ഭക്ഷണത്തളിക ഇറക്കാൻ കഴിയോ നിന്റെ റബ്ബിന്? എന്തിനാ? 1, തിന്നാനാണ്, അതിൽ ഭക്ഷണം കഴിക്കാനാണ്. 2, വതത്മഇന്ന ഖുലൂബുന, ഞങ്ങളുടെ മനസ്സമാധാനത്തിനാണ്. 3, ഖദ് സദഖ്തന, യേശുവേ ഈസാ നബിയെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പുവരുത്താനാണ്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബന അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാ, ആകാശത്തൊരു തളിക ഇറക്കുക. എന്തിനാണത്? ഈദൻ ലി അവ്വലിനാ വ ആഖിരിനാ, എല്ലാ ആൾക്കാർക്കും ഒരു ഉത്സവമാകാൻ. വആയത്തൻ മിൻക, നിന്റെ പക്കൽ നിന്നുള്ള അടയാളമായി. അപ്പോ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ശരി, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോ ആ ഈസാ നബിന്റെ സഹാബിമാര് നേരിട്ട് കണ്ടപ്പോ എന്താ തോന്നിയത്? ഈസാ നബിയെ കാക്കണേന്ന് പറയാനാണോ? അല്ല, അള്ളാഹുവെ കാക്കണേന്ന് പറയാൻ. കേട്ടീമേലെ ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തപ്പോ ആൾക്കാർക്ക് തോന്നി എന്താ? മൊഹീദ്ദീൻ ശേഖയെ കാക്കണേ. അങ്ങനുണ്ട്. നബിമാര് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോ നാട്ടുകാർക്ക് എന്താ തോന്നുന്നത്? അള്ളാഹുവെ കാക്കണേന്ന് പറയാൻ. ഇതോ ശേഖയെ കാക്കണേന്ന് പറയാൻ. ഇതാണോ മതം? ഇങ്ങനെയാണോ നമ്മൾ ബുദ്ധി പ്രകടിപ്പിക്കേണ്ടത്? ആലോചിക്കണ്ടേ? അപ്പോ ഈ സംഭവങ്ങളെല്ലാം ഈസാ നബിന്റെ ആളുകൾ വിശ്വസിക്കുന്നില്ല, കുറച്ച് ആൾക്കാരെ വിശ്വസിക്കുന്നുള്ളൂ. കുഫർ വെളിപ്പെടുകയാണ്. 14-ാമത്തെ കാര്യം, കുനു അൻസാർ മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ ആരാ ഉള്ളത് എന്ന് നബി ചോദിക്കുകയാണ്. അപ്പോ ഖലൽ ഹവാരിയൂന, നബിയുടെ ഈസാ നബിയുടെ അടുത്ത അനുയായികളായ ആൾക്കാർ പറഞ്ഞു, ഹവാരികൾ പറഞ്ഞു, മയബദ്ധഭക്തരായ റബ്ബാനികളായ നല്ല തഖ്വയും ഈമാനും ഇഖ്ലാസുമുള്ള ഭൗതിക ലോകത്തോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത നല്ലവരായ മനുഷ്യർ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് അള്ളാഹുവിന്റെ സഹായികളായി. സൂറത്തു സഫിൽ എന്താ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, കുനു അൻസാറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാകണം. കമാ ഖാല ഈസാ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അപ്പൊ നമ്മളും അതുപോലെ അള്ളാഹുവിന്റെ സഹായികളാകണം. അള്ളാഹ്ക്ക് എന്താ സഹായം വേണ്ടത്? നമ്മള് അള്ളാഹനെ ഇബാദത്ത് ചെയ്യുക സ്വർഗം കിട്ടാൻ. നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഭാര്യാഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, മക്കളോട് വാത്സല്യം കാണിക്കുക, ലോകത്തോട് വാത്സല്യം കാണിക്കുക, ഇതൊക്കെ നമ്മളെ കാര്യങ്ങളാണ്. അങ്ങനെ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. അള്ളാഹുവിന്റെ ദീന് എല്ലാവരോടും പറയാ, അറിയാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഈസാ നബിന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ മറ്റെല്ലാ നബിമാരെയും പോലെ തന്നെ അപകടപ്പെടുത്താനും കൊല്ലാനും ഒരു ശ്രമം നടന്ന കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ കൊല്ലാൻ ശ്രമിച്ചു. വമാ ഖതലൂഹു,
അവർ കൊന്നിട്ടില്ല. വമാ സലബൂഹു, അവർ കുരിശിലേറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹു, അവർക്ക് സംശയമായതാണ്. വഇന്നല്ലദീന ഇഖ്തലഫു ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അവർക്ക് സംശയമാണ്, അവർക്ക് സംശയമാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് അറിവില്ല. ഇല്ലത്തിബാഅൽ ലൻ, ഊഹത്തെയാണ് അവർ പിൻപറ്റുന്നത്. സൂറത്തുൻ നിസാ 157, 158, 159 ആയത്തുകൾ. വമാ ഖതലൂഹു യഖീന, ഇല്ല, അവർ അദ്ദേഹത്തെ കൊന്നിട്ടേയില്ല. ബർറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു അദ്ദേഹത്തെ അവങ്കലേക്ക് ഉയർത്തി. ലോകത്ത് അങ്ങനെ ഒരാളെ ഉള്ളൂ, ലോകത്ത് അങ്ങനെ ഒരാളെ ഉള്ളൂ. ചില ആൾക്കാർ പറയും ഖളിർ നബി ഇവിടെ ഉണ്ട്, ഖളിർ നബി അവിടെ ഉണ്ട്. എന്നിട്ട് കൈ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് തള്ളവിരൽ ഒന്ന് മുറുക്കെ പിടിച്ചിട്ട് രണ്ടാമത് കൈ കൊടുക്കും. എന്താ, ഖളിർ നബിക്ക് തള്ളവിരലില്ല എന്നാ പറയുന്നത്. കെട്ടുകഥകളാണ്. ഈസാ നബി അലൈഹി സ്വലാം ഉടലോടെ ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്നു. ആ ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഫിർ, അമ്പകുന്ന വീരാനവലിയപ്പാപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോ മുസ്ലിം. ഇതെങ്ങനെ ശരിയാവും? ഇത് വലിയ കറാമത്തല്ലേ ആണ്, ഇത് വലിയ മുഅ്ജിസത്തല്ലേ ആണ്. പക്ഷെ ആ ഈസാ നബിയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അവിടെ ഉണ്ടല്ലോ, ആള് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ കേൾക്കൂല, കാണൂല, ഉത്തരം ചെയ്യൂല. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, ദുആ കേൾക്കൂല. അല്ലാഹല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? ജൂതന്മാര് പ്രചാരണം നടത്തി. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസാ ഇബ്ന മറിയം, ഞങ്ങള് മിശിഹായെ യേശുക്രിസ്തുവിനെ ഈസാ നബിനെ കൊന്നു. അത് ഈ ചങ്ങാതിമാരും പറഞ്ഞു, ക്രിസ്ത്യാനികളും പറഞ്ഞു കൊന്നിട്ടുണ്ട്. ഈസാ നബി കുരിശിൽ മരിച്ചു, ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ മരിച്ചു. അല്ലാഹു പറയുന്നു ഇല്ല, ബൈബിളും പഠിപ്പിക്കുന്നു ഇല്ല. അതെന്താ? ദോഷമുള്ള ജനത അടയാളം ചോദിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ ഒന്നും എനിക്ക് നൽകാനില്ല. യൂനുസ് നബി കടലാമ്മയുടെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നില്ലേ? അതുപോലെ മനുഷ്യപുത്രനും ഇരിക്കും. അപ്പോ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോ ജീവണ്ടേന്നോ? ഉണ്ടേന്നോ? അപ്പൊ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പായില്ലേ? കല്ലറയിൽ കിടന്നപ്പോഴും മരിച്ചിട്ടില്ല. അപ്പൊ ഉണ്ട് എന്നത് സത്യമല്ല. അള്ളാഹു പറയുന്നു, പിന്നെ അത് മതിയല്ലോ. എങ്കിലും അതിന് ഉപോത്ബലകമായി ബൈബിളിൽ നമുക്ക് കാണാം. ദൈവപുത്രൻ എന്ന് ബൈബിളില് ഒരുപാട് നബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വമാ ഖതലൂഹു യഖീന ബർ റഫഅഹു അല്ലാഹു ഇലൈഹി കാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു അവനെ അദ്ദേഹത്തെ ഉയർത്തി. അപ്പൊ അതാണ് 15ാമത്തെ വിഷയം. എന്നിട്ട് ഇനിയൊരു കാര്യം വരാൻ പോകുന്നുണ്ട്. അതെന്താണ്? വഇമ്മിൻ അഹ്ലിൽ കിതാബി ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി, ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് എല്ലാ ജൂത ക്രിസ്ത്യാനികളും അദ്ദേഹത്തിൽ വിശ്വസിക്കും. വിശ്വസിക്കാത്ത ആരും ഉണ്ടാവൂല. അപ്പൊ എന്താ സംഭവം? അൽ ഇംറാനിലെ 55ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നി മുതവഫീക, ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നു, വറാഫിഉക ഇലയ്യ, എന്റെ അടുക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. ഇനി എന്താ സംഭവിക്കും? ഇനി ഈസാ നബി തിരിച്ചു വരും. ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദമായ റിപ്പോർട്ടുകൾ കാണാം. അബൂദാവൂദ് 3478 ഹദീസിൽ പറയുന്നുണ്ട്, യൻസിലു ഫീക്കും ഇബ്നു മറിയമ, വരും ഹക്കമൻ, വിധികർത്താവായി, അദ്ലൻ, നീതിമാനായി. 2 എന്തൊക്കെ ചെയ്യും? യക്സിറു സ്വലീബ, കുരിശ് അടിച്ചൊടക്കും, എല്ലാ കുരിശും നശിക്കും. 5 യഖ്തുലുൽ ഖിൻസീർ, പന്നിയെ കൊല്ലും. 6 യലഉൽ ജിസിയ, നികുതികളൊക്കെ ഇല്ലാതാക്കും. 7 യഫീലുൽ മാൽ, ധനം ഒഴുകും. ഹത്താ ലാ യഖ്ബലഹു അഹദുൻ, ആരും സ്വീകരിക്കൂല. സക്കാത്ത് കൊടുത്ത ആർക്കും വേണ്ട, സദഖ കൊടുത്ത ആർക്കും വേണ്ട. ഇപ്പൊ വേണ്ട. എന്താണ് ആ ലോകം? അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ. കാരണം
നമ്മളെ ഈമാൻ പിഴച്ചു പോകാൻ സാധ്യതയുള്ള വിഷയമാണ് പൈസ ഇങ്ങനെ വരിക എന്നുള്ളത്. അപ്പോ 8 ഒരൊറ്റ സുജൂദ് ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ലോകത്തെ സകലമാന വസ്തുക്കളെക്കാളും വിലപേറിയതായി നമുക്ക് തോന്നും, മനസ്സിലാകും. അല്ലാഹു അക്ബർ. 9 വയുഅത്തലുൽ മിലലു, എല്ലാ മതങ്ങളും അപ്രത്യക്ഷമാകും. 10 വയുഹ്ലികുല്ലാഹു ഫീ സമാനിഹി അൽ മസീഹദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ കൊല്ലും. 11 വയഖ്തഖഉൽ അംനത്തു, അമനത്തു, നിർഭയത്വം, ആരും ആരെയും പേടിക്കൂല. ഹത്താ തർതഅൽ ഇബ്ലു മഅൽ അസദി, ഒട്ടകങ്ങൾ സിംഹങ്ങളുടെ കൂടെ കളിക്കും. വന്നുമൂറു മഅൽ ബഖരി, പുലികള് നരികള് പശുക്കളുടെ കൂടെ കളിക്കും. വസിആബ് മഅൽ ഗനം, ചെന്നായയും ആട്ടിൻകുട്ടിയും കളിക്കും. വയൽഅബ സിബിയാൻ വൽ ഗിൽമാൻ ബിൽ ഹയ്യാത്തി, പാമ്പുകളുടെ കൂടെ കുട്ടികൾ കളിക്കും. ലാ യദുറു ബഅ്ദുഹും ബഅ്ദാ, ഒരു പേടി ആർക്കും ഉണ്ടാവില്ല. അഹ്മദിന്റെ 9270. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഈസാ നബി വരും, ഈസാ നബി വരും. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന്. അതുകൊണ്ട് മൂസാ നബി വന്നപ്പോ വിശ്വസിച്ച ആളുകൾ ഈസാ നബി വന്നപ്പോ വിശ്വസിച്ചില്ല, ഉണ്ടായില്ലല്ലോ. അപ്പൊ 2 വിഭാഗമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ എന്തുണ്ടായി? മൂസാ നബിന്റെ ആൾക്കാർ ഈസാ നബിയിൽ വിശ്വസിക്കാത്തത് ഈസാ നബിന്റെ ആൾക്കാരെ ആക്ഷേപമായിട്ട് പറഞ്ഞില്ലേ. മുഹമ്മദ് നബി വന്നപ്പോഴോ മൂസാ നബിന്റെ ആൾക്കാരും വിശ്വസിച്ചില്ല, ഈസാ നബിന്റെ ആൾക്കാരും വിശ്വസിച്ചില്ല. അപ്പൊ അങ്ങനെ 3 ആയി. ജൂതന്മാര്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങൾ ഒക്കെ എന്താണ്? വേദക്കാരാണ്. ഖുർആനും തൗറാത്തും ഇഞ്ചീലൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അതിൽ കൃത്രിമത്വം കാണിച്ചു ആര്? ജൂതന്മാര്, ക്രിസ്ത്യാനികൾ. നമ്മളാൾക്കാരോ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ട് കൃത്രിമത്വം. അള്ളാഹുവെ കാക്കണേ എന്ന് പറയാൻ ഇറങ്ങിയ ആയത്ത് അള്ളാഹു അല്ലാത്തവരെ കാക്കണേ ഉള്ളതിനാക്കി മാറ്റിയാണ്. സ്ത്രീധനം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊടുക്കണം എന്നതിനാക്കി മാറുകയാണ് നമ്മളാൾക്കാർ. അത് നമ്മളെ സ്വന്തം ആൾക്കാർ. കൊടുത്തൂടെ, അങ്ങനെ ആക്കിക്കൂടെ, എങ്ങനെ ആക്കിക്കൂടെ, പല ജാതി ദുർവ്യാഖ്യാനങ്ങളാണ്. ഇതൊക്കെ മാറേണ്ടതാണ്, എല്ലാം മാറേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഈസാ നബി അലൈഹിസ്സലാം വരും എന്ന സന്തോഷ വാർത്ത ലോകത്തോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഇസ്ലാമാകണം. ശരി, അപ്പോ ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കുക. ഇന്ന് ഡിസംബർ 20 അന്താരാഷ്ട്ര ഐക്യദാർഢ്യ ദിനമാണ്. പാവപ്പെട്ടവർക്ക്, വിഷമിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മനസ്സലിവുണ്ടാകാൻ, ദാനധർമ്മങ്ങൾ നൽകാൻ, എല്ലാവരെയും ഒന്നായി കാണാൻ, വർഗീയതയില്ലാതിരിക്കാൻ, ദേശീയതയുടെ അപകടങ്ങളില്ലാതിരിക്കാൻ, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ദിവസമാണ്. നമുക്കെന്നും അങ്ങനെയാണ്. അവധി ദിവസങ്ങൾ ആരംഭിക്കുക. 10 ദിവസം അവധിയാണ്. എന്താ പരിപാടി? കുടുംബങ്ങളൊക്കെ സന്ദർശിക്കുക, സമ്മേളനങ്ങളിലും പരിപാടികളിലും എല്ലാം പങ്കെടുക്കുക, എല്ലാ നല്ല നല്ല കാര്യങ്ങളിലും പങ്കെടുക്കുക, ക്ലാസ്സുകൾ വെക്കുക. ഇവിടെ തൗഹീദ് കിട്ടാത്ത ആൾക്കാരും സുന്നത്ത് കിട്ടാത്ത ആൾക്കാരും നിസ്കാരം കുറവുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർക്കിടയിലൊക്കെ ഒരു പ്രചാരണം നടത്താൻ ഈ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കുക. അനാവശ്യമായി ടൂറുകൾ നടത്തരുത്. പടച്ചോന്റെ കൽപ്പനക്കെതിരായ ഒരു പ്രവൃത്തി ഉണ്ടാകരുത്. കുടുംബക്കാരെ കൂട്ടാത്തൊരു ടൂർ ആർക്കും ആവശ്യമല്ല. നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു ടൂർ ആർക്കും ആവശ്യമല്ല. സ്വന്തം വീട്ടിലെ മക്കളെ നോക്കാനും കുട്ടുകുടുംബാദികളെ നോക്കാനും സമയമില്ലാത്തവൻ ആരാനെ കാണാൻ വേണ്ടി പോണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പൂക്കൾ കാണാൻ വേണ്ടി ദൂരെ പോണ്ട ആവശ്യമില്ല. ഇവിടുത്തെ അള്ളാഹുവിന്റെ അടയാളങ്ങൾ കാണാൻ സൗകര്യമില്ലാത്തവൻ ദൂരെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവധി ദിവസങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം, പ്രത്യേകമായി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം അരുളുമാറാകണേ. എല്ലാ നബിമാരെയും വിശ്വസിക്കുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തണേ. ഈസാ നബിയിൽ വിശ്വസിച്ച ആളുകൾക്കെല്ലാം അള്ളാഹുവെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകണം. വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവെ ഖുർആനിലും കൂടി വിശ്വസിക്കുവാൻ തൗഫീഖ് നൽകുമാറാകണം. എല്ലാ നബിമാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും തൗഫീഖ് നൽകണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവെ ശിഫ നൽകണേ.